ഡാനി ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപക്ഷെ ഈ സഭയുടെ ലത്തീൻ സഭയുടെയൊക്കെ ഏറ്റവും അധികം സമ്മർദ്ദങ്ങൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കൊച്ചി കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് വേളയിലടക്കം കണ്ടതാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴടക്കം ഈ ജാതി സമവാക്യങ്ങൾ കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടോ? UDF-നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വോട്ടുകളെ നിർണ്ണയിക്കുന്നതിൽ അത് സ്വാധീനം ചെലുത്താറുണ്ട് എന്നതും വസ്തുത തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് അടക്കം മത്സരരംഗത്തേക്ക് എത്തുന്ന സാഹചര്യം. അവിടെ ആലുവയിലടക്കം ഇടതുപക്ഷം പരീക്ഷിച്ചത് എന്ത് എന്നത് നമ്മൾ കണ്ടതുമാണല്ലോ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു ആധിപത്യം അതാണോ പ്രതീക്ഷിക്കുന്നത്? ഒപ്പം ഈ സൂചിപ്പിക്കുന്ന പോലെ കുന്നത്തുനാട്, തൃക്കാക്കര പോലെയുള്ള മണ്ഡലങ്ങൾ, തൃപ്പൂണിത്തറ, അവിടെയൊക്കെ NDAക്ക് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തറ നഗരസഭ അത് NDAയുടെ പക്കൽ ആണ്, അവിടുത്തെ മേൽക്കൈ NDAക്കാണ് എന്ന് നമുക്കറിയാം. അവിടെ 2020 കൂടി കൈകോർത്തതോടുകൂടി ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ അഖിൽമാരാകട്ടെ അഞ്ജലിയാകട്ടെ നേടുന്ന വോട്ടുകളൊക്കെ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നതും നിർണായകമാണല്ലോ. തീർച്ചയായും ഒരു സംശയവുമില്ല. കാരണം ഈ 3 മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ NDA ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങളാണ് ഈ കുന്നത്തുനാടും അതോടൊപ്പം തന്നെ തൃക്കാക്കരയും തൃപ്പൂണിത്തുറയും. ആ 3 ഇടങ്ങളിലും മികച്ച മത്സരമായിരുന്നു. മികച്ച ഒരു ടീം വർക്കോടുകൂടി അവർക്ക് ഇടപെടാനായിട്ട് സാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ 2020യുടെ ഒരു സംഘാടന മികവ് ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാമായിരുന്നു. ഏതായാലും മികച്ച രീതിയിൽ വർക്ക് അവിടെ നടന്നിരുന്നു. അമിത്ഷാ കുന്നത്തുനാട് അവിടെ പ്രസംഗിച്ചു. അതോടൊപ്പം മുൻനിര നേതാക്കൾ BJPയുടേതടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയെല്ലാം തന്നെ ചെയ്തു. പ്രവർത്തകർക്ക് ആവേശം പകരുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. എന്തായാലും പോളിംഗ് ശതമാനം എല്ലാം ഈ 3 മണ്ഡലങ്ങളിലും 80 കടന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു കൂടുതൽ വോട്ടുകൾ തങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഗതി നിർണ്ണയിക്കുമെന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അഭിലാഷ്, കാരണം ഈ 3 മണ്ഡലങ്ങളിലും ഇവർ പിടിക്കുന്ന വോട്ടുകൾ അത് വളരെ കൃത്യമായി അവർക്ക് മറ്റ് ഏതെങ്കിലും ഒരു വിജയത്തിലേക്ക് ഉറപ്പിക്കുന്ന മത്സരാർത്ഥിയുടെ അല്ലെങ്കിൽ ആ രംഗത്തുള്ള ഒരാളുടെയെങ്കിലും വിജയം തടയിടാനെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയം തന്നെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ കൂടിയും ഇവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകം തന്നെയാണ്. കുന്നത്തുനാട് UDF വിശ്വസിക്കുന്നത് തങ്ങളുടെ പോയ വോട്ടുകൾ മടങ്ങി വരും എന്ന രീതിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ തങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ 2020യും എല്ലാം ഉറപ്പ് നൽകുന്നത് ഒരു വോട്ടും അങ്ങനെ തിരിച്ചു പോകുന്ന രീതിയിലേക്കല്ല. തങ്ങൾക്കൊപ്പം NDAയുടെ ഭാഗമാകുമ്പോൾ BJP വോട്ടുകൾ കൂടി വരുമ്പോൾ അത് കൂടുതൽ ശക്തി പകരുകയാണ് ചെയ്യുന്നതെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. സ്ഥാനാർത്ഥിമാരുടെ പ്രകടനങ്ങളും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നിർണായകമാണ്. തൃക്കാക്കരയിൽ അഖിൽമാരാരും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായരുമെല്ലാം തന്നെ കളം നിറഞ്ഞ അവിടെ പ്രചരണത്തിന് ഇറങ്ങിയവരാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൂടുതൽ വോട്ടുകൾ ബാഗ് ചെയ്യാൻ തങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് NDA ഏതായാലും വിശ്വസിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടന്ന 3 ഇടങ്ങൾ. എന്തായാലും മുന്നണികളുടെ അവകാശവാദങ്ങൾ അതെന്തൊക്കെയാണ് എന്നത് ഒരു ഭാഗത്തിരിക്കട്ടെ, പക്ഷേ അതിശക്തമായ മത്സരം ചിലയിടങ്ങളിൽ നടന്നിരുന്നു. അതിൽ UDF വിശ്വസിക്കുന്നത് പോലെ കൂടുതൽ 9 സീറ്റുകളുണ്ട്. അതിൻ്റെ എണ്ണം തങ്ങൾക്ക് വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇടതുമുന്നണിയാകട്ടെ തങ്ങൾക്ക് ഉണ്ടായിരുന്ന സീറ്റുകൾക്കൊപ്പം ചിലത് കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഇടതുമുന്നണിക്ക് ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം എറണാകുളം ജില്ലയെ കുറിച്ച് ഇല്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. കാരണം ഇതിൽ വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു മണ്ണ് എന്ന് പറയുന്നത് UDF-നാണ്, കോൺഗ്രസിനുള്ളതാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അവിടെ ചില സർജിക്കൽ സ്ട്രൈക്കുകളെങ്കിലും ഇടതുമുന്നണിക്ക് പലയിടങ്ങളിലും ഇടതുപക്ഷത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു സ്ഥായിയായ പ്രകടനമെന്ന് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ, മുൻകാല തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ഈ പല മണ്ഡലങ്ങളും തിരിച്ചു പിടിച്ച ചരിത്രങ്ങളെല്ലാം തന്നെയുണ്ട്. അത്തരമൊരു നേട്ടത്തിനാണ് അവർ കൊച്ചി അതുപോലെ തന്നെയാണ് അവർ പ്രതീക്ഷിക്കപ്പെടുന്നത്. പണ്ട് തങ്ങളുടെ കുത്തകയായിരുന്ന വൈപ്പിൻ മേഖലയും ഈ രീതിയിലേക്ക് വരുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു പ്രകടനത്തിലേക്ക് പോകുമ്പോൾ മധ്യ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ സംഭാവന ചെയ്യാൻ UDF-ന് കഴിയുന്ന ജില്ലയായി എറണാകുളം മാറുമോ എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. NDAക്ക് മധ്യ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരിടമായിട്ട് എറണാകുളം മാറുമോ എന്ന് NDAയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇടതുമുന്നണിക്കാകട്ടെ തങ്ങളുടെ പഴയ സീറ്റുകൾ തിരിച്ച് നൽകാതെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ചുവപ്പ് പടരുമെന്ന പ്രതീക്ഷയോടെ അവരും കാത്തിരിക്കുന്നു. അഭിലാഷ്.
യെസ്, എന്തായാലും ഇടതുമുന്നണിക്ക് വലിയ വേരോട്ടം നടത്താൻ പറ്റാതിരുന്ന ഇടങ്ങളിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അതിനു മുമ്പ് തൃപ്പൂണിത്തുറ പോലെ കെ ബാബുവിനെ പോലെയുള്ള ആളുകൾ തുടർച്ചയായി വിജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ എം സ്വരാജ് വിജയിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വിജയിച്ചപ്പോൾ തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് പരാജയപ്പെട്ടു പോയി എന്നതും എടുത്തു പറയേണ്ടതാണ്. 2020 വലിയ തോതിൽ വോട്ട് വിഹിതം നേടിയ കുന്നത്ത് നാട്, അവിടെ VP സജീന്ദ്രനെ പരാജയപ്പെടുത്തി PV ശ്രീനിജൻ വിജയിച്ചു കയറിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 2020 NDAക്ക് ഒപ്പം ചേരുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ അങ്ങനെ NDAയുടെ പോക്കറ്റിലേക്ക് എത്തുമോ? 2020 വലിയൊരു വിഭാഗം ക്രൈസ്തവർ പിന്തുണച്ചിരുന്നു എന്നതാണ് വസ്തുത. കണക്കുകൾ പരിശോധിച്ചാൽ BJPയുടെയും 2020യുടെയും വോട്ടുകൾ ചേർത്ത് വെച്ചാൽ അത് മറ്റ് 2 മുന്നണികളെക്കാൾ ഉയർന്നു നിൽക്കും എന്നത് വസ്തുതയാണ്. പക്ഷേ 2020 NDAയുടെ ഭാഗമായപ്പോൾ 2020യിൽ നിന്ന് ഒരു വിഭാഗം അടർന്നു പോയിട്ടുണ്ട് എന്നതാണ് കണക്കുകൂട്ടലുകൾ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃപ്പൂണിത്തുറയിലാണെങ്കിലും തൃക്കാക്കരയിലാണെങ്കിലും 2020ക്ക് സ്വാധീനമുള്ള കുന്നത്ത് നാടാണെങ്കിലും അവിടെ വിജയിച്ചു കയറുന്ന തരത്തിലേക്ക് NDA എത്തില്ല എന്ന് മറ്റു മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ NDA പിടിക്കുന്ന വോട്ടുകൾ അത് ആരുടെ പോക്കറ്റിലാണ് ചോർച്ചയുണ്ടാക്കുക എന്നത് കൂടി നിർണായകമാകുന്നു. എറണാകുളത്ത് എന്നതാണ്. എറണാകുളത്ത് ഇത്തവണയും ആ ഒരു ആധിപത്യം തുടരാൻ സാധിക്കും. 14ൽ 13 സീറ്റുകൾ വരെ വിജയിച്ചേക്കാം എന്ന ഒരു കണക്കുകൂട്ടലിൽ ആണ് ഇപ്പോൾ UDF ഉള്ളത്. അതേസമയം സീറ്റുകൾ നിലനിർത്തുകയും മറ്റ് ചില സീറ്റുകളിൽ അപ്രതീക്ഷിതമായി മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇടതുപക്ഷവും എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.